Welcome, myself Meenu Prasad, M3 SACM, Department of Civil Engineering, SNIT, Adu. Planning and selection of aggregate production equipment. This aggregate production equipment that it is mainly consists of efficient crushers that it is such as Dragon series and Turbo series crushers. In that, other auxiliary equipment such as storage bin, vibrating screen, feeding machines, belt conveyors, etc. Then aggregate production planning. Aggregate production planning എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. And it is associated with the determination of production, inventory and personal levels of fulfillment varying demand over a planning perspective that it is ranges from a period of 6 months to 1 year. And also ഈ aggregate production planning എന്ന് പറയുന്നത് that it is facilitate the supply and demand while reducing the cost. ഇതിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ജഡ്ജ് ദ കമ്പനി പോളിസീസ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻപുട്സ് ദാറ്റ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ഓപ്പറേഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ്, മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, human resources for what? To reduce the price and increase the revenue, and also it enhance the customer services, അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് യൂട്ടിലൈസേഷൻസ് കൂട്ടും. ഇതൊക്കെ എന്താണ് പ്ലാനിങ്, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് വഴിയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താണ് കോസ്റ്റ് റെലവൻറ്റ് ടു അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ് അതൊക്കെ വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ റേറ്റ്. അതിൽ എന്താണ് ഹയറിങ്, ട്രെയിനിങ്, then laying of personals as well as overtime compensations. The next one ആണ് inventory related cost. എന്ന് വെച്ചാൽ aggregated production planning models that may be supportive as a decision support system and to appraise a proposal in union negotiations. Then procedure for aggregate planning. Aggregate planning several procedures ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ഈച്ച് പീരീഡിലുള്ള ഡിമാൻഡ് എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുക, ഈച്ച് പീരീഡിലുള്ള കപ്പാസിറ്റീസ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ കമ്പനി പോളിസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് പോളിസീസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഒരു 5% നമ്മളൊരു സേഫ്റ്റി സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റേബിൾ വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ അതിൽ വരും. പിന്നെ അതുപോലെ നമ്മുടെ ഓവർ ടൈമിന്, റെഗുലർ ടൈമിന്, ബാക്ക് ഓർഡേഴ്സ് ഇതിനൊക്കെ ഒരു യൂണിറ്റ് കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻസുകൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഓരോ ആക്ടിവിറ്റിയിലും ഉള്ള കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ഇനി നമ്മുടെ പ്ലാൻ സാറ്റിസ്ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്രോപ്രിയേറ്റ് വൺ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഏതെങ്കിലും ബെസ്റ്റ് വൺ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തില്ല, അപ്പോൾ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവ് പ്ലാൻസിലോട്ട് പോവും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് കമ്പനി പോളിസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് പോളിസീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ബെസ്റ്റ് പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് പ്രൊസീജിയർ. ഇതൊരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ ഡിമാൻഡ്, കപ്പാസിറ്റീസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ എന്താണ് കമ്പനി പോളിസീസ്, ഡിപ്പാർട്ട്മെൻറ്റ് പോളിസീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എന്താണ് റെഗുലർ ടൈമിന്, ഓവർ ടൈമിന് ഇതിനൊക്കെ ഒരു യൂണിറ്റ് കോസ്റ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റിയിലും ഉള്ള കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ എന്താണ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലാനിങ് സെക്ഷനിലോട്ട് മൂവ് ചെയ്യും. ഇനിയിപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഇതിലോട്ട് പോകും. നെക്സ്റ്റ് നമ്മൾ അക്സെപ്റ്റബിൾ ആണെങ്കിൽ നോക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ പോകുന്നത്. ഇനി ദ
സെലക്ടിങ് ദ റൈറ്റ് ക്രഷിംഗ് എക്യുപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻറ്റ് ക്രഷറാണ്. അപ്പം നമ്മുടെ ആ എഫിഷ്യൻ്റ് അല്ലെങ്കിൽ റൈറ്റ് ക്രഷിംഗ് എക്യുപ്മെൻറ്റിനെ നമ്മൾ ഓരോ സ്റ്റേജസിലും സെലക്ട് ചെയ്യണം. അതാണ് അതിൽ വരുന്നത്. മോസ്റ്റ് അഗ്രിഗേറ്റ് പ്രൊഡ്യൂസേഴ്സ് ആസ് വെൽ acquainted with the selection of crushing equipment and know it is possible to select a piece of equipment based on the gradation calculation. ഇപ്പം നമുക്ക് പോസിബിൾ ആണ് ഗ്രേഡേഷൻ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് നമ്മുടെ ഒരു എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ. നമ്മുടെ ഈ ക്രഷിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിംഗിൾ ക്രഷിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ 2 or 3 ക്രഷിംഗ് സ്റ്റേജസ് ഉള്ള ക്രഷേഴ്സും ഉണ്ട്. അതാണ് മോസ്റ്റ് കോമൺലി ഇപ്പം ഉള്ളത്. ഈ ക്രഷിംഗ് സ്റ്റേജസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേജസ് ഉണ്ട്. അതാണ് പ്രൈമറി ക്രഷേഴ്സ്, സെക്കൻഡറി ക്രഷേഴ്സ്, ടെർഷ്യറി ക്രഷേഴ്സ്. ഫസ്റ്റ് വൺ പ്രൈമറി ക്രഷേഴ്സ്. പ്രൈമറി ക്രഷേഴ്സിൽ നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രഷറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് എന്തുമാത്രം കപ്പാസിറ്റി പറ്റും, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിനെ അക്സെപ്റ്റ് ചെയ്യാൻ അതിൻ്റെ എബിലിറ്റി വിത്തൗട്ട് ബ്ലോക്കേജസ് ഇല്ലാതെ അതിന് അക്സെപ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി, അതൊക്കെ ആയിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പ്രൈമറി ക്രഷിങ്ങിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ലാർജ് പ്രൈമറി ക്രഷർ എന്ന് പറയുന്നത് ഈ സ്മോളർ മെഷീനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ആ റീസൺ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൈമറി ക്രഷിംഗ് എക്യുപ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റും അതുപോലെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത് നമ്മുടെ റോ മെറ്റീരിയൽസ് സ്മോളർ സൈസ് ആക്കില്ല അതിൻ്റെ കോസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രൈമറി ക്രഷേഴ്സിനെ എക്യുപ്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ പ്രൈമറി ഫിക്സഡ് പ്രൈമറി ക്രഷിങ്ങിലാണെങ്കിൽ ക്രഷിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ട്രക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് എന്താണ് ആ എക്യുപ്മെൻ്റ് അടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ട്രക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ, ടയർ, മെയിൻ്റനൻസ് ഇതിൻ്റെ എല്ലാം കോസ്റ്റ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിനകത്ത് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് സൊല്യൂഷനാണ് ഈ പ്രൈമറി ക്രഷിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ പിറ്റ് പോർട്ടബിൾ പ്രൈമറി ക്രഷർ എന്ന് പറയുന്നത് ഒരു എക്കണോമിക്കലി ഒരു സൗണ്ട് സൊല്യൂഷനാണ്. കാരണം ഇത് ക്വാറി ഫേസിൽ വെച്ച് തന്നെ അത് എന്ത് ചെയ്യും, ക്രഷ് ചെയ്യിക്കാം. ഈ മോഡേൺ പ്ലാന്റ്സിലൊക്കെ എന്താണ് ഈ മൂവബിൾ ആയിട്ടുള്ള പ്രൈമറി ക്രഷേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്കണോമിക്കലി അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. ഈ മോഡേൺ പ്ലാന്റ്സിലാണ് അത് യൂസ് ചെയ്യാറുള്ളത്. ദെൻ എന്താണ് ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് ട്രക്ക് മൗണ്ടഡ് പ്രൈമറി ക്രഷേഴ്സ് ഇൻ ദ ആപ്ലിക്കേഷൻ ഇൻറ്റൻഡഡ് ഫോർ ഷോർട്ട് ടേം കോൺട്രാക്ട്സ്. ഒക്കെ ഷോർട്ട് ടേം കോൺട്രാക്ട്സിലൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ട്രക്ക് മൗണ്ടഡ് പ്രൈമറി ക്രഷേഴ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ക്രഷിംഗ് സ്റ്റേജ് ആണ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ക്രഷിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് നമ്മുടെ ക്രഷ് ചെയ്ത് നമ്മൾ കോഴ്സ് ഫ്രാക്ഷൻ ആക്കി വലിയ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുന്നതാണ് നമ്മൾ മെയിൻലി അതിനകത്ത് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബേസ് കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൈനൽ ക്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആക്കി പ്രിപ്പയർ ചെയ്ത് മാറ്റുന്നു. അതാണ് ആ സ്റ്റേജസിൽ വരുന്നത്, സെക്കൻഡറി സ്റ്റേജസിൽ വരുന്നത്. നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ക്രഷറിൽ നിന്ന് വരുന്ന അഗ്രേറ്റ്സ് നമ്മൾ റെയിൽവേ ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യും. പക്ഷേ എന്താണ് അവിടെ നമ്മൾ ക്വാളിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ അതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അതർ കേസിൽ നമ്മൾ എന്താണ് ക്വാളിറ്റി ഒന്നും നോക്കാതെ നമുക്ക് എന്താണ് ഫൈനൽ ക്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആക്കി ഫൈനൽ ക്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാത്രം നമ്മൾ ഈ സ്റ്റേജസിൽ നമ്മൾ അഗ്രിഗേറ്റിനെ എടുക്കാറുണ്ട്. അതാണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫൈൻ അല്ലെങ്കിൽ എന്താണ് ടെർഷ്യറി ക്രഷിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇതൊക്കെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്. മെയിൻലി അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഒക്കെ വെച്ചായിരിക്കും നമ്മൾ ആ ക്രഷിംഗ് എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. The selection of crusher for tertiary crushers calls for both practical and theoretical ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്താണ് ഈ ടെർഷ്യറി ക്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രഷേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ക്രഷേഴ്സ്. ഈ ടൈപ്പ് ഓഫ് ക്രഷേഴ്സിൽ തന്നെ 3 types ഓഫ് ക്രഷേഴ്സ് ഉണ്ട്. കംപ്രസീവ് ക്രഷേഴ്സ്, ഇമ്പാക്റ്റ് ക്രഷേഴ്സ് ആൻഡ് അട്രീഷൻ ക്രഷേഴ്സ്. കംപ്രസീവ് ക്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്ത് മെറ്റീരിയൽസിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് കംപ്രസീവ് ക്രഷേഴ്സ്.
ഇമ്പാക്റ്റ് ക്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റാപ്പിഡായിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ടൊരു ഇമ്പാക്റ്റ് കൊടുത്ത് നമ്മൾ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അഗ്രിഗേറ്റിനെ ക്രഷ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ക്രഷേഴ്സ് എന്ന് പറയുന്നത്. അട്രീഷൻ ക്രഷേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോത്ത് ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഗ്രൈൻഡിങ് ആക്ഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഈ കംപ്രഷൻ ക്രഷേഴ്സിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഈ ജോ ക്രഷേഴ്സ് എന്ന് പറയുന്നത്. അത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രഷിങ് എക്യുപ്മെൻ്റ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 2 ടൈപ്സ് ഓഫ് ജോ ക്രഷേഴ്സ് ഉണ്ട്, സിംഗിൾ ടൂബിൾ ആൻഡ് ഡബിൾ ടൂബിൾ ക്രഷേഴ്സ് ഇതിനുണ്ട്. ഇനി റോൾ ക്രഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ടൈപ്പ് ഓഫ് ക്രഷറാണ്. നമ്മൾ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചിപ്പ് സ്റ്റോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് എക്സലൻ്റ് ആണ്. അതുപോലെ തന്നെ ഫൈൻസിനെ അവോയ്ഡ് ചെയ്തെടുക്കാനും ഈ റോൾ ക്രഷേഴ്സ് ഉപയോഗിക്കുന്നു. ഈ കോൺ ആൻഡ് ഗൈറേറ്ററി ക്രഷേഴ്സ് എന്ന് പറയുമ്പം ഇതിനകത്ത് ബോത്ത് ഗൈറേറ്റിംഗ് ഷാഫ്റ്റ് മെഷീൻസ് ഉണ്ട് ഇതിന് രണ്ടിലും. ആൻഡ് എന്താണ്, ദേ ഹാവ് മെയിൻ ഷാഫ്റ്റ്. അതിൻ്റെ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഗൈറേറ്റ്സ് ആൻഡ് പ്രൊവൈഡ്സ് എ ക്രഷിംഗ് മോഷൻസ് അത് പ്രൊവൈഡ് ചെയ്യും. ഈ റോൾ ബിയറിംഗ് ടൈപ്പ് കോൺ ക്രഷേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ സെയിം ആസ് ദ ഷാഫ്റ്റ് ടൈപ്പ് കോൺ ആണ്. അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റൊട്ടേറ്റിംഗ് വെഡ്ജ് റോൾ ബിയറിംഗ് കോൺസിൽ കാണും. അതെന്ന് പറയുന്നത് എന്ത് ഉണ്ടാക്കും, ഗൈറേറ്റിംഗ് മോഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ കോൺ ആൻഡ് gyratory crushers are typically used in the abrasive materials for considerable hardness. Due to high investment value, they are used in the case of impact crushers are not appropriate. നമ്മുടെ ഇമ്പാക്റ്റ് ക്രഷേഴ്സ് അപ്രോപ്രിയേറ്റ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പാക്റ്റ് ക്രഷേഴ്സ് ഇല്ല എന്നുള്ള കേസ് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ കോൺ ആൻഡ് ഗൈറേറ്ററി ക്രഷേഴ്സിലോട്ട് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ദാറ്റ്സ് വൈ ഇമ്പാക്റ്റ് ക്രഷേഴ്സ് ഇത് സെക്കൻഡ് വൺ ആണ്. ഇമ്പാക്റ്റ് ക്രഷേഴ്സ് വരുന്നത് ഇമ്പാക്റ്റ് ക്രഷേഴ്സിനകത്ത് ഉള്ള എക്യുപ്മെൻ്റ് ആണ് പ്രൈമറി ഇമ്പാക്റ്റ് ബ്രേക്കേഴ്സ്. അതിൽ large expansive chambers ഉണ്ട് above 1 or 2 revolving rotor assemblies. And primary impact breakers, while very productive, may be require additional maintenance expense related to hammers. And hammersന് റിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ അഡീഷണൽ എക്സ്പെൻസോ മെയിൻ്റനൻസോ അതിൽ വരുന്നത്. ഓക്കെ, ഈ ഓൾഡ് ഇമ്പാക്റ്റ് ബ്രേക്കർ എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് ആണ് ഈ പ്രൈമറി ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ഇമ്പാക്റ്റ് ക്രഷറിനെക്കാട്ടിലും. കുറച്ചുകൂടെ ഓൾഡ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് അട്രീഷൻ ക്രഷേഴ്സ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഹാമർമിൽ ക്രഷേഴ്സ്. ഹാമർമിൽ ക്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ടൈപ്പ് ക്രഷറാണ്. അതിൻ്റെ അപ്പർ ചേംബർ crushers in the upper chamber where the hammer impacts in feed of materials. And the difference എന്ന് പറയുന്നത് that the rotor of hammer mill carries a number of swing type or pivoting hammers അല്ലെങ്കിൽ swing type അത് ക്യാരി ചെയ്യുന്നു. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ജനറലി യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്ത് ലോ അബ്രഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ റോട്ടർ സ്പീഡ്, ഹാമർ ടൈപ്പ്, ഗേറ്റ് കോൺഫിഗറേഷൻ, ഇതെല്ലാം ഗൈറേറ്റ് കോൺഫിഗറേഷൻ, ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിന് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി അഗ്രിഗേറ്റ്സിലൊക്കെ നമുക്കിതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്രഷറാണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ഒരുപാടുണ്ട് ഈ ഹാമർ മിൽ ക്രഷേഴ്സിന്.